അവിടെ വി എസ് രഞ്ജിത്ത് അവിടെ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നു. ലീഗ് ഫിഷറീസ് വകുപ്പ് ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ PC വിഷ്ണുനാഥായിരിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ സാധ്യതയുള്ളത്. ഞാൻ വി എസ് രഞ്ജിത്ത്, നമ്മൾ ഈ ലീഗിന്റെ മന്ത്രിസഭയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തർക്കം നിൽക്കുന്നത് അഞ്ചാമത്തെ മന്ത്രിയിലല്ല, യഥാർത്ഥത്തിൽ നാലാമത്തെ മന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം. അഞ്ചാമത്തെ മന്ത്രി സ്ഥാനം അത് ഗഫൂറാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. PK ബഷീറും ഷാജിയും തമ്മിലൊരു തർക്കം എപ്പോഴും നിൽക്കുന്നുണ്ട് ലീഗിനിടയിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അണികളിൽ ഇപ്പോൾ ഒന്നാകെ PK ബഷീറിന് വേണ്ടി രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് ഉണ്ടാവുന്നത്. ഈ കടുത്ത പ്രതിഷേധത്തിൽ KM ഷാജി വെട്ടിപ്പോവുകയും PK ബഷീർ ഇന്നാവുകയും ചെയ്യുമോ? ഷാജി ഔട്ട്, PK ബഷീർ ഇൻ, അതാണോ സാധ്യത? അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഇന്നലെ PK ബഷീറിന്റെ പേര് പട്ടികയിൽ ഇല്ല, അല്ലെങ്കിൽ പട്ടികയിൽ വെട്ടിപ്പോയി എന്ന പ്രചരണം വന്നപ്പോൾ വളരെ ശക്തമായ സോഷ്യൽ മീഡിയ പ്രചരണം മലപ്പുറത്തുണ്ടായിരുന്നു. PK ബഷീറിന് വേണ്ടി വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ആളുകൾ എഴുതുകയും അദ്ദേഹത്തിന്റെ പിതാവ് സിദി ഹാജിക്ക് നഷ്ടപ്പെട്ട ഒരു അവസരമാണ്. സിദി ഹാജി നേരത്തെ വളരെ പ്രമുഖനായ നേതാവായിരുന്നെങ്കിലും അദ്ദേഹത്തെ മന്ത്രിയാക്കിയിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട അവസരം മകന് കിട്ടണം എന്ന രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടന്നിരുന്നു. മലപ്പുറത്ത് നിന്ന് അധികം മന്ത്രിമാരുണ്ടായാൽ എന്താണ്, മലപ്പുറത്ത് 16 MLA-മാരില്ലേ എന്നൊക്കെ തരത്തിലുള്ള പ്രചരണങ്ങൾ വലിയ തോതിൽ PK ബഷീറിന്റെ ഫാൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. PK ബഷീറും സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്ത് കരുത്തനാണ്, 2ാം സ്ഥാനക്കാരനാണ്. അപ്പോൾ അത്തരത്തിലൊരു സമ്മർദ്ദം PK ബഷീറിന്റെ ഭാഗത്ത് വന്നു. പക്ഷേ KM ഷാജിയെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതാണ് ഇപ്പോൾ ലീഗിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ 5ാം മന്ത്രിസ്ഥാനമല്ല, ഈ 2ാം നിരയിലുള്ള മന്ത്രി ഏതാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന പാർട്ടിക്ക് കുഞ്ഞാലിക്കുട്ടിക്ക് ശേഷം ആര് എന്ന ചോദ്യമൊക്കെ വരുന്ന ഘട്ടത്തിൽ പോലും ഉയർത്തപ്പെടാവുന്ന 2 പേരുകൾ PK ബഷീറിന്റെയും അല്ലെങ്കിൽ KM ഷാജിയുടെ ഒക്കെ പേരുകളാണ്. അത്തരം 2 നേതാക്കന്മാർ തമ്മിൽ ഈ 2ൽ ആര് എന്നുള്ള ചോദ്യം ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഉയരുന്നു. 5 മന്ത്രിമാരുണ്ട്. അതിൽ പാറക്കൽ അബ്ദുള്ളയ്ക്ക് സ്വാഭാവികമായിട്ടും കോഴിക്കോട്ടിന്റെ പ്രതിനിധി എന്ന രീതിയിലും അബ്ദുൾ ഗഫൂറിന് തെക്കൻ കേരളത്തിന്റെ പ്രതിനിധി എന്ന രീതിയിലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമ്പോൾ മലപ്പുറത്ത് നിന്നുള്ള പേരുകളിൽ PK ബഷീറിന്റെയും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, ഇതിൽ ആര് എന്നൊരു ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. പാലക്കാട് നിന്നുള്ള ഷംസുദ്ദീന്റെ പേര്, അദ്ദേഹത്തിന്റെ പേര് ഉറച്ച പേരുകളായി പരിഗണിക്കപ്പെടുമ്പോൾ ഈ 2 പേരുകളിലാണ് ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത്. ഇതാണ് പരിഗണനാ പട്ടികയിൽ ഇപ്പോൾ ഒരു അംഗീകാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോഴും തർക്കമായി നിലനിൽക്കുന്ന 2 പേരുകളിൽ ഒന്നാണ് ഇത്. ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ KM ഷാജി ഒഴിവാക്കി PK ബഷീർ വരാനുള്ള സാധ്യത തെളിയുന്നുവെന്നാണ് ഇപ്പോൾ VS രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പാർലമെന്ററി യോഗത്തിൽ അന്തിമ തീരുമാനമാകും ആരാണ് ഇൻ, ആരാണ് ഔട്ട് എന്നുള്ളത്. PK ബഷീർ ഇൻ, KM ഷാജി ഔട്ട്, അതല്ലെങ്കിൽ KM ഷാജി ഇൻ, PK ബഷീർ ഔട്ട്. സാധ്യത അല്പസമയത്തിനുള്ളിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് ആയി വരുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗം ലീഗ് കോൺഗ്രസിന് വിട്ടുകൊടുത്തേക്കും എന്നുള്ളതാണ്. കോൺഗ്രസ് അത് ഏറ്റെടുത്തേക്കാം. PC വിഷ്ണുനാഥ് ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയിലേക്ക് വന്നേക്കാം.